ഖുഷാംദീദ് ബച്ചോ, പഡോസി എന്ന പാഠഭാഗത്തിലെ താലീമി സർഗർമിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. താലീമി സർഗർമിയ നസ്മ പഡോസി മുഖ്തലിഫ് തർസ് മേ ഗായിയെ. ആദ്യത്തെ താലീമി സർഗർമി ഇതാണ്. പഡോസി എന്നുള്ള നസ്മ വ്യത്യസ്ത രീതിയിൽ പാടൂ. നമുക്കറിയാലോ, ഓരോരുത്തർക്കും ഓരോരോ രീതിയായിരിക്കും അല്ലേ. ഒരു രീതിയിൽ മാത്രമല്ല, പല രീതിയിൽ നമുക്ക് ഈ നസ്മ പാടാൻ കഴിയും. അപ്പം നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് നിങ്ങളുടെ വ്യത്യസ്ത ശൈലിയിൽ ഈ നസ്മ പാടി അവതരിപ്പിക്കുക. ഇനി അടുത്തത് നോക്കൂ. നസ്മ പഡോസി ഔസേ പഠിയേ ഓർ ഇസ്മേ ചന്ദ് ഹം ആവാസ് അൽഫാസ് ആയേ ഹേ ചുൻകർ ലിഖിയേ. ഇതിലെന്താ ചെയ്യേണ്ടത്? നസ്മ പഡോസി എന്ന് പറഞ്ഞ പദ്യം നല്ല ശ്രദ്ധയോടുകൂടെ വായിക്കുക. എന്നിട്ട് ഇതിൽ ചന്ദ് കുറച്ച്, ഹമാവാസ് അൽഫാസ്, ആയേഹെ വരുന്നുണ്ട്, ചുൻകർ ലിഖിയെ തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് ബുലായേ, ബഡായേ. നമ്മൾ പാഠഭാഗത്തിൽ കുറേ ഹമാവാസ് അൽഫാസുകളുണ്ട്. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു പോകാം. നിങ്ങൾ എഴുതണം. നോക്കൂ, ഇവിടെയുണ്ട് ഹമാരേ, പ്യാരേ. ഇതൊരു ഹമാവാസ് അൽഫാസാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സരൂറത്ത്, ഇസ്സത്ത്, ഇതൊരു ജോഡിയാണ്. സരൂറത്ത്, ഇസ്സത്ത്. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, ആഷിനായി, ലഡായി. ഇതൊക്കെ ഹമാവാസ് അൽഫാസുകളാണ്. അപ്പം നിങ്ങൾക്ക് എഴുതാം. ഇനിയിപ്പോൾ ഹമാരേ പ്യാരേ എഴുതേണ്ടവർക്ക് അത് എഴുതാം കേട്ടോ. എങ്ങനെയാണെന്നുണ്ടെങ്കിലും എഴുതാം. നോക്കൂ, ജസ്റ്റ് എന്തായാലും എഴുതി പോവാം. ഹമാരേ പ്യാരേ, ആഷിനായി, ലഡായി, പിന്നെ ഇസ്സത്ത്, സരൂറത്ത്. ഇനി അടുത്ത സർഗർമി നോക്കാം. അടുത്ത സർഗർമി ഇതാണ്. ഇഷ്ആർ തറന്നം സേ പഠിയേ ഓർ സവാലോं के ജവാബ് ലിഖിയേ. എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന ഷിഅറുകൾ തറന്നം സേ പഠിയേ, നല്ല താളത്തിൽ പാടുക അല്ലെങ്കിൽ രീതിയിൽ വായിക്കുക അല്ലെങ്കിൽ ആലപിക്കുക. വായിക്കുക എന്നാണ് അർത്ഥം. നമ്മൾ നല്ല രീതിയിൽ എന്ന് പറഞ്ഞപ്പോൾ ആലപിക്കുക എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഔർ സവാലോं के ജവാബ് ലിഖിയേ. എന്ത് ചെയ്യണം? പിന്നീട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുക. നോക്കൂ, ഏത് വരികളാണ് തന്നിരിക്കുന്നത്? ബഡേ സീതേ സാദേ ഹമാരേ പഡോസി, ഖുദാ സബ് കോ ദേ ഐസെ പ്യാരേ പഡോസി, जो तहवार आए तो घर पर बुलाए, तवाज़ो करें और ഇസ്സത്ത് ബഡായേ. നമ്മൾ ഈ പഡോസി എന്ന പാഠഭാഗത്തിൽ പഠിച്ച അതേ വരികൾ തന്നെയാണ്. ഇനി കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നോക്കൂ, ബച്ചോ ഹമാരേ പഡോസി കൈസേ ഹേ. എന്താ അർത്ഥം? കുട്ടികളെ, നമ്മുടെ പഡോസി എങ്ങനെയുള്ളവരാണ് എന്ന്. എങ്ങനെയുള്ളവരാണ്? നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ, അല്ലേ? ഞങ്ങളുടെ രണ്ടർത്ഥമുണ്ട് ഹമാരെ എന്ന് പറഞ്ഞാൽ. അയൽക്കാരെ എങ്ങനെയുള്ളവരാണെന്നാണ് ഇതിൽ പറഞ്ഞത്. ബഡേ സീതേ സാദേഹെ, അല്ലേ? ബഡേ സീതേ സാദേ, വളരെ നിഷ്കളങ്കരാണ്. പിന്നെയോ പഡോസിയോ സേ കിസ് തരഹ് കാ സലൂക്ക് കർന ചാഹേ. എന്താ പറയുന്നത്? പഡോസിയോം അഥവാ അയൽക്കാരോട് ഏത് രീതിയിലുള്ള പെരുമാറ്റമാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയുള്ള സ്വഭാവത്തിലായിരിക്കണം അവരോട് പെരുമാറേണ്ടത്. ഷേർ കാ മത്ലബ് അപ്പനെ അൽഫാസ് മേ ലിഖി. ഈ ഷേറിൻ്റെ മത്ലബ് നമ്മൾ നമ്മുടേതായ അൽഫാസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം, അല്ലേ? ഹമാരേ പഡോസി എങ്ങനെയാണുള്ളത്? നമ്മുടെ പഡോസി എങ്ങനെയാ? വളരെ സീതേ സാദേ, അല്ലേ? അപ്പം നമുക്ക് അങ്ങനെ എഴുതാം. ഹമാരേ പഡോസി ബഡേ സീതേ സാദേ ഹേ, പിന്നെ ഈ കവിതയിലെ വരികളാണ് ഇതിൻ്റെ ആശയം എഴുതേണ്ടത് കേട്ടോ. പിന്നെ എന്താ എഴുതേണ്ടത്? ഈ വരി നോക്കൂ. ജോ തഹ്വാർ ആയേ തോ ഘർ പർ ബുലായേ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? തഹ്വാർ ആയേ തോ वो घर पर बुलाते हैं, അല്ലേ? നമ്മൾ സെൻറ്റൻസിലാക്കും മാറ്റി എഴുതണം. എന്തെങ്കിലും ആഘോഷങ്ങൾ വന്നാൽ വീട്ടിലേക്ക് വിളിക്കുന്നു. പിന്നെയോ വോ ഹമേ
അവർ നമ്മളെ എന്ത് ചെയ്യുന്നു? തവാസു കർത്തേ ഹേ, സൽക്കരിക്കുന്നു. ഓർ ഇസ്സത്ത് ബഡാത്തേ ഹേ. അവസാനം നമുക്ക് ഈ വരി എഴുതാം. ഹുദ ഐസേ പ്യാരെ പഡോസി കോ സബ്കോ ദേനാ ഹെ. നമുക്ക് മാത്രം പോരാ ഈ സൗഭാഗ്യം അല്ലേ. എന്തെങ്കിലും വിശേഷം വന്നു കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുന്ന, സൽക്കരിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന അയൽക്കാരെ നമുക്ക് മാത്രം കിട്ടിയാൽ പോരാ, എല്ലാവർക്കും ദൈവം കൊടുക്കണം. അതാണ് ഈ വരിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആശയം ഞാൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത സർഗർമ്മി നോക്കാം. ഇനി അടുത്ത പ്രവർത്തനം ഇതാണ്. പഡോസിയോ സേ റിഷ്ത അൻമോൽ ഹോത്താ ഹേ. എന്നുവെച്ചാൽ അയൽക്കാരുമായിട്ടുള്ള ബന്ധം വളരെ അമൂല്യമാണ് അല്ലേ. അച്ചേ പഡോസി ഹമേഷ ഏക് ദൂസരെ കെ കാം ആത്തേ ഹേ. നല്ല അയൽക്കാർ എപ്പോഴും ഒരാൾ മറ്റൊരാളുടെ സഹായത്തിനായിട്ട് എത്താറുണ്ട് അല്ലേ. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പഡോസി സേ റിഷ്തേ ബനായേ രഖ്നെ കെ ബാരേ മേ ഏക് നോട്ട് തയ്യാർ കീജിയേ. അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോട്ട് തയ്യാറാക്കണം എന്ന്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളതൊന്നാണ് കേട്ടോ. നമ്മുടെ ഈ കവിതയിൽ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, എന്തെങ്കിലും സന്തോഷങ്ങൾ, തഹ്വാർ വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വിളിക്കണം അല്ലേ. വീട്ടിലേക്ക് വിളിക്കുന്നത്, അതുപോലെ തന്നെ ബഹുമാനിക്കുന്നത്, സൽക്കരിക്കുന്ന കാര്യം, അതുപോലെ തന്നെ കബി കോയി ജഗടാന കോയി ലഡായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെയൊക്കെ അർത്ഥം എന്താ ഉദ്ദേശിക്കുന്നത്? പരസ്പരം നമ്മൾ തമ്മിലടിക്കാനോ വഴക്കുണ്ടാക്കാനോ പാടില്ല. പിന്നെയോ എന്തെങ്കിലും കോയി ചീസ് കം ഹോത്തോ വോ ഹംസേ ലേലെ. ഈ വരികളിൽ ഉദ്ദേശിക്കുന്നത് എന്താ? എന്തെങ്കിലും കാര്യങ്ങൾ കുറവുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അവർ നമ്മളിൽ നിന്നും വാങ്ങാറുണ്ട് അല്ലേ, അതുപോലെ നമ്മൾ കൊടുക്കാറുമുണ്ട്. പിന്നെന്താ പറഞ്ഞു കേട്ടില്ലേ, എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ നമ്മൾ പങ്കാളികളാവണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ വരിയിൽ പറയുന്ന മദദ്ഗാർ, ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് നോട്ടൊന്ന് തയ്യാറാക്കാം. ഇതിലത്തെ തന്നെ മതി കേട്ടോ, വേറെ പുറത്ത് പോയി അന്വേഷിക്കേണ്ട ഒരൊറ്റ കാര്യമില്ല. നമുക്ക് എഴുതാനുള്ള എല്ലാ വാക്കുകളും നമ്മുടെ ഈ കവിതയിൽ തന്നെ ഉണ്ട്. നമുക്ക് എന്തായാലും ആ നോട്ടൊന്ന് തയ്യാറാക്കി നോക്കാം. ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. പഡോസിയോ സേ റിഷ്ത അൻമുൽ ഹോത്താ ഹേ. നമ്മുടെ ചോദ്യത്തിലുള്ള വരി തന്നെയാണ് അല്ലേ. പഡോസികളുമായിട്ടുള്ള ബന്ധം അത് വളരെ അമൂല്യമാണ്. അച്ചേ പഡോസി ഹമേഷ ഏക് ദൂസരെ കാ കാം ആത്തേ ഹേ അല്ലേ. എന്ന് വെച്ചാൽ നല്ല അയൽക്കാർ എപ്പോഴും ഒരാൾ മറ്റൊരാൾക്ക് അല്ലേ, നമ്മളെന്ത് ചെയ്യും? ഏക് ദൂസരെ എന്ന് വെച്ചാൽ പരസ്പരം എന്നാണ്. പരസ്പരം എന്ത് ചെയ്യും? ഉപകാരികളായിരിക്കും. നമ്മളെപ്പോഴും എന്തായിരിക്കും? പരസ്പരം ഉപകാരികളായിരിക്കും. ഹം ഹമാരെ പഡോസിയോം സേ അച്ചി സലൂ കർനാ ഹേ. നമ്മൾ നമ്മുടെ പഡോസികളോട് നല്ല പെരുമാറണം. ഉസേ പ്യാർ കർനാ ഹേ. അവരെ സ്നേഹിക്കണം. പഡോസിയോങ്കോ മദത് കർനാ ഹേ. പഡോസികളെ നമ്മൾ സഹായിക്കണം. ഉൻകി ഖുഷി ഓർ ദുഃഖമേ ഏക് ജയ്സെ ഷാമിൽ കർനാ ഹേ. അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കാളികളാവണം. ഓക്കെ, കോയി തഹ്വാർ ആയി തോ പഡോസിയോം കോ ഹമാരെ ഘർ പർ ബുലാന ഓർ തവാസു കർനാ ഹേ. പിന്നെന്ത് ചെയ്യണം? ബുലായി അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? അവരെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിച്ച് തവാസു കർനാ ഹേ, അവരെ സൽക്കരിക്കണം. പഡോസിയോം സേ കോയി ലഡായി ഓർ ജഗട കബീ ന കർനാ ഹേ. അയൽക്കാരോട് ഒരിക്കലും ഒരു വഴക്കോ കലഹമോ ഒന്നും തന്നെ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതിയിട്ടുള്ളത്. ഇത്ര വേണമെന്നില്ല, ഇതിനേക്കാട്ടിൽ കൂടിയാലും കുഴപ്പമില്ല. ഞാൻ ഇത്രയാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയും ഇതിനേക്കാട്ടിലും വിപുലമായി എഴുതാം. അതല്ല ഇത്ര വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചാണെങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് നമ്മുടെ ദീഗർ സർഗർമിയാണ്, അഥവാ തുടർ പ്രവർത്തനങ്ങളാണ്. പഡോസി യാ ദോസ്തി കെ മൗസൂ പർ മുസ്റ്റിയെ തയ്യാർ കർനെ കി കോശിഷ് കീജിയെ. എന്താ പറയുന്നത്? പഡോസി അല്ലെങ്കിൽ ദോസ്തി, അയൽക്കാർ, അതല്ലാന്നുണ്ടെങ്കിൽ ദോസ്തി, സൗഹൃദം, കൂട്ടുകെട്ട്. ഈ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ വരികൾ തയ്യാറാക്കാനായി ശ്രമിക്കാനാണ് പറയുന്നത്. അപ്പം അയൽക്കാരൻ്റെ ഒരു കവിത നമ്മൾ വായിച്ചില്ലേ, ഇതുപോലെ അയൽക്കാരെക്കുറിച്ച്, അതല്ലാന്നുണ്ടെങ്കിൽ ദോസ്തി, സൗഹൃദത്തിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കവിത എഴുതാൻ ശ്രമിക്കണം. നിങ്ങൾ ശ്രമിച്ചു നോക്കുക.
ഇതിൽ ഒരുപാട് വാക്കുകളുണ്ട്. ആ വാക്കുകളും എല്ലാം ഉപയോഗിച്ച് ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കാം ഞാൻ അതൊന്ന് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഹമാരേ എന്ന് എഴുതാം, ഹമാരേ, പ്യാരേ, ഈ സീതേ സാദേ ഉപയോഗിക്കാം കേട്ടോ. അതേപോലെ തന്നെ ആഷ്നായി എന്നുള്ള വാക്ക്, മദദ്ഗാർ എന്നുള്ള വാക്ക്, അതുപോലെ തന്നെ ഇസ്സത്ത് എന്നുള്ള വാക്ക്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ലഡായി, അതുപോലെ തന്നെ ജഗഡ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ദോസ്തിയെക്കുറിച്ചും നല്ല കവിത എഴുതാൻ പറ്റും. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. ഇനി അടുത്തത് ഈ പ്രവർത്തനമാണ്. പഡോസി യാ ദോസ്തി കെ മുതാലുക് ബഹുത് സി നസ്മേ ഹേ, പസന്ദീദ നസ്മ ടൂണ്ട് കർ ക്ലാസ് മേ തറന്നം സേ സുനായേ. എന്താ പറഞ്ഞത്? പഡോസി അല്ലെങ്കിൽ ദോസ്തി എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് കവിതകൾ നമുക്ക് ലഭ്യമാണ് അല്ലേ. അങ്ങനെയുള്ള ഇഷ്ടപ്പെട്ട കവിത കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ്സിൽ രീതിയായിട്ട് ആലപിക്കാനാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കവിതകൾ കണ്ടുപിടിക്കുക, ക്ലാസ്സിൽ രീതിയായിട്ട് ആലപിക്കുക. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള മൗസൂ മുസ്ലിയ തയ്യാറാക്കിയാലും മതി. ഇങ്ങനെയുള്ള കവിതകൾ വേറെ നമ്മൾ കണ്ടുപിടിച്ച് ഒരു 1-2-3 വായിച്ചതിന് ശേഷം അതിൽ നിന്നൊരു ഐഡിയ കിട്ടിയതിന് ശേഷം നമ്മൾ ഇങ്ങനെയുള്ള വരികൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിലും മതി. അപ്പോൾ എന്തായാലും ഇത്രയാണ് ഇതിലെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ കവിത കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം കഴിയുമ്പോഴേക്കും നമ്മളിതിൽ മത്ലബ് എഴുതാനും അതുപോലെ തന്നെ മൗസൂ മുസ്ലിയെ തയ്യാർ കർന അല്ലേ, സമാന വരികൾ തയ്യാറാക്കാനും ഒക്കെയുള്ള കഴിവ് നേടിയെടുക്കുക. ഓക്കെ, ഹുദാ ഹാഫിസ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.